എവിടെ പോയി ശിവകുട്ടി പഠിച്ചോനെ ഇതാരെ കൊലച്ചത് ചെയ്ത് എന്താ കണ്ണ് ഓനെ പങ്കൻ പങ്കൻ എന്തുണ്ടായത് പറയ്. പങ്കൻ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. ആ കാലെ പിടിക്കണമെന്ന് വേഗം ആവട്ടെ. പിടിച്ചോ, കഥയൊക്കെ പിന്നെ പറയാം. നമുക്ക് ആശുപത്രിയിൽ നീ ഇങ്ങനെ തലയ്ക്കും ഭാഗത്തിരുന്ന് കരയല്ലേ കുട്ടിയെ. ഇങ്ങനെ ബേജാറാകാനൊന്നുമില്ല. ശിവൻകുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഇങ്ങനെ കെട്ടി വരിഞ്ഞ് വെച്ചിരിക്കുന്നോണ്ട് തോന്നണതാ. പേടിക്കാൻ ഒന്നുമില്ല മോളെ. പങ്കജാക്ഷന് നല്ല ബുദ്ധി തോന്നിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയാം. ഈ കരയണ നേരം കൊണ്ട് മോൾ അമ്പലത്തിൽ പോയി നല്ലത് വരാൻ പ്രാർത്ഥിക്കേ. ചേട്ടനൊന്നും സംഭവിക്കില്ല. നിന്റെ കല്യാണം കാണണ്ടേ? എല്ലാം ഭംഗിയായിട്ട് നടക്കും. നീ ആ കണ്ണീരൊക്കെ തുടച്ച് സന്തോഷായിട്ടിരിക്കെ. ഡോക്ടർ ഇപ്പൊ വരും. നിങ്ങൾ എല്ലാവരെയും കൂടി ഇവിടെ കണ്ട പഴക്കം പറയും. അസ്നാലിക്ക എല്ലാരെയും കൂട്ടി പൊയ്ക്കോളൂ. ആ അത് ശരിയാ. നമ്മളെല്ലാരും ഇവിടെ തടിച്ചുകൂടി ഇച്ചിരി കാറ്റും വെളിച്ചം കിട്ടണ്ടേ? നമുക്ക് പോവാ. ആ ശിവൻകുട്ടി, വൈകുന്നേരം മജീദിന്റെ ഇച്ചിരി കഞ്ഞി കൊടുത്തുവിടാ. നീ വാ മോളെ. ഞാൻ വരുന്നില്ല. ഞാനിവിടെ ചേട്ടന്റെ അടുത്ത് ഇരുന്നോളാം. ചെല്ലു മോളെ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നാ വേണ്ട, ഗൗരി അവിടെ കുറച്ചേരം ഇരുന്നോട്ടെ. ഇവിടുന്ന് പോയാലും ഓക്കൊരു സമാധാനം ഉണ്ടാവില്ല.